വേദകാലം മുതൽ തന്നെ ഭാരതത്തിൽ ഗോക്കൾ മനുഷ്യ സംസ്കാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായിരുന്നു. കാർഷിക സംസ്കാരത്തിന്റെ അടിത്തറ തന്നെ പശുപരിപാലനമായിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെയും കാർഷിക വൃത്തിയുടെയും ആരോഗ്യരക്ഷയുടെയും കേന്ദ്രബിന്ദുവായി കാമധേനുക്കൾ മാറിയതായിരിക്കാം പൗരാണിക ഭാരതത്തിൽ പശുക്കൾക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കാൻ കാരണം. പാലും അതിന്റെ ഉൽപ്പന്നങ്ങളായ തൈര്, മോര്, വെണ്ണ, നെയ്, ചീസ് എന്നിവയും അന്നും ഇന്നും നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. വേദകാലത്ത് നിന്ന് വിവര സാങ്കേതിക യുഗത്തിലെത്തിയിട്ടും പശുക്കൾക്കും പാലിനും അതിന്റെ ഉൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും പാൽ ഒരു അവശ്യ വസ്തു തന്നെയാണ്. ഒരു കപ്പ് ചായ കുടിക്കാതെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ആയിരക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് നമ്മുടേത്. പാൽ നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായതിനാൽ പാൽ വിതരണത്തെ ബന്ദിൽ നിന്നും ഹർത്താലിൽ നിന്നും ഒക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഒരു സമ്പൂർണ്ണ ആഹാരമാണ് പാൽ. 87% ജലവും 13% ഖരപദാർത്ഥങ്ങളും അടങ്ങിയ പശുവിൻ പാലിൽ പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. പോഷണത്തിനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് പാൽ. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ കൂടാതെ വിറ്റാമിൻ എ, B12, D എന്നിവയും പാലിലുണ്ട്. എന്നാൽ വിറ്റാമിൻ സി, ഇരുമ്പ് എന്നിവ പാലിൽ കാണപ്പെടുന്നില്ല. മനുഷ്യനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഈ വിശിഷ്ട ഭോജ്യം നൽകുന്ന പശുക്കളെ കാമധേനുകൾ എന്ന് വിളിക്കുന്നത് അന്വർത്ഥമാണ്. കാർഷിക വൃത്തിയിൽ പശുക്കൾക്ക് ഗണ്യമായ സ്ഥാനമുണ്ട്. അത് ഒരു ദാനപ്രദാന പ്രക്രിയയാണ്. പശുവിന്റെ ചാണകം, ഗോമൂത്രം എന്നിവ ജൈവവളമായി മണ്ണ് കിട്ടുമ്പോൾ അതുപയോഗിച്ച് കൃഷി ചെയ്യുന്ന പുൽവർഗ്ഗങ്ങൾ പശുവിന് ഭക്ഷണമായി തിരികെ ലഭിക്കുന്നു. സ്വയം പര്യാപ്തമായ ആവാസ്യ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തമോദാഹരണമാണ് പശുപരിപാലനവും ക്ഷീരോത്പാദനവും. ജൂൺ 1 ലോക ക്ഷീരദിനം. ലോകത്തെവിടെയും മാനവരാശിക്ക് ഒഴിവാക്കാൻ വയ്യാത്ത സമീകൃത ആഹാരമാണ് പാൽ. പാലുൽപാദനം ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ വളർച്ചയെ കൂടെ വിലയിരുത്തുന്ന ഒന്നാണ്. പാലിൽ നിന്നും വൈദഗ്ധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മനുഷ്യരിന്ന് ഉപയോഗിച്ചു വരുന്നു. അതൊരു ആഹാരപദാർത്ഥമായിട്ട് മാത്രമല്ല, ഔഷധ ഗുണമുള്ള പദാർത്ഥങ്ങളായും ആരോഗ്യം നിലനിർത്തുന്നതിന് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇനിയും ഒട്ടേറെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്ഷീരമേഖല വലിയ ഒരു ഉപജീവന മാർഗത്തിൻ്റെ മേഖലയാണ്. ക്ഷീരകർഷകർ ലോകത്തെമ്പാടും അവരുടെ പ്രധാന ഉപജീവന മാർഗമായി കാലി വളർത്തൽ നടത്തി വരികയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഉൽപ്പാദന ചെലവും പാലിൻ്റെ വിലയും തമ്മിൽ പൊരുത്തപ്പെടാതെ, പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പാലിന് ലഭിക്കുന്ന വിലയും പാലിൻ്റെ ഉൽപ്പാദന ചെലവും തമ്മിൽ നല്ല പൊരുത്തമില്ല. അതിൽ നിന്നും പരിഹാരമുണ്ടാക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടുതൽ നിർമ്മിച്ച് പാലിൻ്റെ ഉപഭോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും ഈ ഉപജീവന തൊഴിൽ വളരെയേറെ ആളുകൾക്ക് വരുമാനമായി നിത്യവൃത്തിക്കുള്ള വരുമാനമായി ഇത് മാറ്റാൻ കഴിയും. കൂടുതൽ ഉൽപ്പാദനം കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടായാൽ തീർച്ചയായും ഒരു വീടിന് ഒരു പശുവെന്നല്ല, ഇതൊരു വൻപിച്ച വ്യവസായമായി ഇത് മാറ്റാനും ഈ ബൈ പ്രോഡക്ട്സ് എല്ലാം കയറ്റുമതിക്ക് വരെയുള്ള ഏറെ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ക്ഷീരദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമുക്ക് നമ്മുടെ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും
നല്ല ഇനം മുന്തിയ ഇനം പശുക്കളെ വളർത്തുന്നതിനും കേരളത്തിൽ പ്രത്യേകം സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലായിരുന്ന കാർഷിക വൃത്തിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഗോക്കൾ. പോഷണത്തിനുള്ള പാലും കൃഷിക്കുള്ള ജൈവവളവും തരുന്ന കേവലം മൃഗങ്ങൾ മാത്രമായിരുന്നില്ല പശുക്കൾ. അവർ ശാന്തിയുടെയും സൗമ്യതയുടെയും പ്രതീകങ്ങൾ കൂടിയായിരുന്നു. ഗ്രാമീണ കേരളത്തിൽ പശു ഇല്ലാത്ത വീടുകൾ വിരളമായിരുന്നു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും മറ്റൊരാചാരമായിരുന്നു പശുപരിപാലനം. കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെ ഊട്ടിയും ഉറക്കിയും കുളിപ്പിച്ചും അവർ പശുക്കളെ പരിപാലിച്ചിരുന്നു. അതൊരു മഹത്തായ സംസ്കാരമായിരുന്നു. ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഈ ഭക്ഷ്യവസ്തു നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 250 ഗ്രാം പാൽ ആവശ്യമുള്ളപ്പോൾ ശരാശരി 200 ഗ്രാം പാൽ മാത്രമാണ് ലഭിക്കുന്നത്. അതായത് പാൽ ഉൽപാദനം കൂട്ടുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നർത്ഥം. കഴിഞ്ഞ വർഷം കേരളത്തിൽ ആകെ ഉൽപ്പാദിപ്പിച്ചത് 2.65 മില്യൺ ടൺ പാലാണ്. ആദ്യം എനിക്ക് 2 പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 72ഓളം പശുക്കളും കന്നുകുട്ടികളും വിവിധ ഇനം. ഞാനൊരു സമ്മിശ്ര കർഷകൻ കൂടിയാണ്. ആടുണ്ട്, കോഴികളുണ്ട്, പശുക്കളുണ്ട്, പല വെറൈറ്റി പശുക്കളും ഇവിടെ ഉണ്ട്. ഗിറുണ്ട്, സഹിവാളുണ്ട്, കാങ്കരജുണ്ട്, വെച്ചൂറുണ്ട്, കപിലയുണ്ട്. അങ്ങനെയുള്ള ജേഴ്സി ഹൈബ്രിഡായ ജേഴ്സിയുണ്ട്, സിസ് ബ്രൗൺ ഉണ്ട്, HF ഉണ്ട്. ഇങ്ങനെയുള്ള വിവിധ ഇനം പശുക്കളുമായിട്ടാണ് ഈ ഫാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫാമിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ 2008 നമ്മളെ നേമം ബ്ലോക്കിൽ DO ആയിരുന്ന ജയശ്രീ മാഡത്തിൻ്റെ സപ്പോർട്ട് കൂടി ആദ്യം ഒരു 10 പശുവിൻ്റെ യൂണിറ്റ് ആരംഭിക്കുകയും 2011 എനിക്കൊരു ക്ലാരി വളർത്തൽ യൂണിറ്റ് കൂടെ തന്നു. അങ്ങനെ ഈ ഫാമിൽ എനിക്ക് നല്ലൊരു മികച്ച രീതിയിലുള്ള കൊണ്ടുപോകാൻ സാധിച്ചു. അതുപോലെ ഇതിന് പുൽകൃഷിക്കുള്ള സബ്സിഡി കിട്ടി. പുൽകൃഷിക്കുള്ള സബ്സിഡിയോടുകൂടി തന്നെ എനിക്ക് പല രീതിയിലുള്ള സർക്കാർ നിലവാരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നതനുസരിച്ച് ഞാൻ ഫാം സ്വന്തമായിട്ട് തന്നെ അത് വികസിപ്പിച്ചെടുക്കുന്നു. നല്ല രീതിയിൽ എനിക്ക് ഇന്ന് 500ഓളം ലിറ്റർ പാല് ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പാലിൽ തലയിൽ ക്ഷീരോത്പാദന സംഘത്തിൽ അതുപോലെ വീട്ടിലും മറ്റൊരു ഞങ്ങൾക്കൊരു ഫാമേഴ്സ് ക്ലബ്ബുണ്ട്, അവിടെയുമായിട്ട് ഈ പാല് വിപണനം നടത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാ രീതിയിലും ഈ ഫാമിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കി തന്നത് നേമം ബ്ലോക്ക് തന്നെയാണ്. അതുപോലെ പ്രത്യേകിച്ച് ക്ഷീരവികസന വകുപ്പ്. വിഷമില്ലാത്ത പച്ചക്കറികൾ, വിഷമില്ലാത്ത ധാന്യങ്ങൾ, വിഷമില്ലാത്ത മത്സ്യമാംസാദികൾ എന്നിവയോടൊപ്പം വിഷമില്ലാത്ത പാല് കൂടി ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ എന്ന ആശയം അന്വർത്ഥമാകുന്നത്. കൃത്രിമ രാസപദാർത്ഥങ്ങൾ ചേർത്ത പാൽ വിപണിയിലുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോഴൊക്കെ ഒരു പശു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നാം തൊഴിൽപരമായ കാര്യങ്ങൾക്കു വേണ്ടി ചേക്കേറുകയും ഗ്രാമങ്ങൾ നഗരങ്ങളായി വികസിച്ച് പരിണമിക്കുകയും ചെയ്യുമ്പോൾ പശുക്കളെ വളർത്തുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നവർ കുറവാണ്. കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹവും കരുതലും നൽകി പരിപാലിക്കേണ്ട ഗോക്കളെ സംരക്ഷിക്കുക എന്നത് ഇന്നേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനുള്ള പ്രായോഗിക പരിഹാരമെന്ന നിലയ്ക്കാണ് ക്ഷീരവികസന വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ക്ഷീര സഹകരണ സംഘങ്ങളും ക്ഷീര കർഷകരും ഉൾപ്പെട്ട ക്രിയാത്മകമായ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. ഇതിനായി എല്ലാ ബ്ലോക്കുകളിലും ക്ഷീരവികസന ഓഫീസറുടെ മേൽനോട്ടത്തിൽ ക്ഷീരവികസന ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു പശു എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പ്
പശുക്കളെ വളർത്തുന്നതിനും അതിനാവശ്യമായ ആഹാരം, തൊഴുത്ത്, ചികിത്സ, ഇൻഷുറൻസ്, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തുന്നതിനുമുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പരിപാടികളിലൂടെ ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്ഷീര കർഷകർക്ക് പകർന്നു നൽകുന്നുണ്ട്. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി, തീറ്റപ്പുൽ കൃഷി, മാതൃകാ കാലിത്തൊഴുത്ത് പദ്ധതി, ഒരാൾക്ക് ഒരു പശു പദ്ധതി, ക്ഷീരസംഘങ്ങളുടെ ആധുനികവൽക്കരണം, കാലിത്തീറ്റ സബ്സിഡി, ഹൈടെക് ഡയറി ഫാം തുടങ്ങി ക്ഷീര കർഷകരെ സഹായിക്കുവാനും സംസ്ഥാനത്തെ പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനുമുള്ള നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. ശാസ്ത്രീയ പരിപാലന മാർഗങ്ങളിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം അതിൻ്റെ ശാസ്ത്രീയമായ തീറ്റക്രമമാണ്. നമുക്കറിയാം, പശു ഒരു വലിയ മൃഗമാണ്. അപ്പോൾ അതിൻ്റെ വയറ് നിറയെ ആഹാരം അതിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് പുല്ലും വൈക്കോലുമാണ്. അപ്പോൾ തീറ്റ പുൽകൃഷി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൽ. ഡിപ്പാർട്ട്മെൻറ്റ് ആ ഉദ്ദേശത്തോടെ പരമാവധി തീറ്റപ്പുൽ പശുക്കൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ തീറ്റ പുൽകൃഷി വികസന പദ്ധതി നടപ്പാക്കുന്നത്. 20 സെന്റിൽ കൂടുതലുള്ള കർഷകർക്ക് സബ്സിഡിയോടുകൂടി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 20 സെന്റിൽ താഴെയുള്ള കർഷകർക്ക് നടാനുള്ള പുല്ലിൻ്റെ കമ്പ് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്, അവരുടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇതുകൂടാതെ അസോള, വൃക്ഷവിള, പിന്നെ പുൽകൃഷിക്ക് ഇറിഗേഷൻ അസിസ്റ്റൻസ്, മെക്കനൈസേഷൻ, ചാഫ് കട്ടർ തുടങ്ങിയ മെഷീനുകൾ ഒക്കെ നമ്മൾ കർഷകർക്ക് നൽകിക്കൊണ്ട് പരമാവധി തീറ്റപ്പുൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. പിന്നെ നമ്മളുടെ ഈ ക്ഷീരമേഖലയുടെ പ്രധാന കണ്ണിയാണ് ക്ഷീര സഹകരണ സംഘങ്ങൾ. ഇപ്പം നേമം ബ്ലോക്കിലാണെങ്കിൽ ഏകദേശം 25ഓളം ക്ഷീരസംഘങ്ങൾ 7 പഞ്ചായത്തുകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് ഈ ക്ഷീരസംഘങ്ങൾ മുഖേന സംഭരിക്കുകയും പ്രാദേശിക വിൽപ്പനയ്ക്ക് ശേഷം ബാക്കിയുള്ള പാൽ മിൽമയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ക്ഷീരവികസന വകുപ്പും ക്ഷീര കർഷകരും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ലിങ്കായിട്ടാണ് ഈ ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ക്ഷീരവികസന വകുപ്പിൻ്റെ എല്ലാ പദ്ധതികളെയും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഈ ക്ഷീര സംഘങ്ങൾ മുഖേനയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാലളക്കുന്ന, യഥാർത്ഥത്തിൽ പശു വളർത്തുന്ന കർഷകർക്ക് തന്നെ ഈ ധനസഹായം എത്തിക്കുന്നതിൽ ഈ ഒരു വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ കർഷകർ കൊടുക്കുന്ന പാലിന് അവരുടെ പാലിൻ്റെ ഫാറ്റും എസ് എൻ എഫും ടെസ്റ്റ് ചെയ്ത് ഒരു ബയാക്സിയൽ പ്രൈസിംഗ് സിസ്റ്റമാണ് ഈ സൊസൈറ്റികളിൽ നടപ്പാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വില, അവരവർ കൊടുക്കുന്ന പാലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില കർഷകർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വിവിധ തരത്തിലുള്ള പഞ്ചായത്തുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പദ്ധതികൾ ഏകോപിപ്പിച്ച് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതുകൊണ്ട് നേമം ബ്ലോക്ക് ഇപ്പോൾ പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തി നിൽക്കുകയാണ്. സ്വയം പര്യാപ്തത കഴിഞ്ഞിട്ട് ഒരു 12,000 ലിറ്ററോളം പാൽ ഡെയിലി നമ്മളുടെ കണക്ക് പ്രകാരം അധികവുമാണ്. വളരെയധികം ചെറുപ്പക്കാർ ബിടെക്കും MBAയും ഒക്കെ കഴിഞ്ഞ് അതുപോലെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പഴയ ആളുകളെ നമുക്ക് ഈ മേഖലയിൽ നിലനിർത്തുകയും വേണം, പുതിയ ആളുകളെ എങ്ങനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം എന്ന ഈ 2 കാര്യവും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്ലോക്കിലെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ ഉപയോഗപ്പെടുത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആയിരക്കണക്കിന് കർഷകർ കേരളത്തിലുണ്ട്. സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം സംസ്ഥാന ക്ഷീരോത്പാദന മേഖലയെ ശക്തിപ്പെടുത്തുവാനും ഈ പദ്ധതികൾ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. ക്ഷീരവികസന ഓഫീസർമാരുടെ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് ഇക്കാര്യത്തിൽ സഹായകരമാണ്. ആദ്യം 2 പശുവായിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഞങ്ങളിതുപോലെ പുല്ലിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിൽ മാഡത്തിനെ കാണാൻ പോയപ്പോൾ മാഡമാണ് പറഞ്ഞത് താല്പര്യമുണ്ടെങ്കിൽ സ്കീമുണ്ട്. അങ്ങനെ മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യം 10 പശു യൂണിറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 20 പശുവിൻ്റെ യൂണിറ്റ് കൂടി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പശുക്കളായത്. പശുക്കളെ കൂടുതൽ ഞങ്ങൾ കൃഷ്ണഗിരിയിൽ നിന്നാണ് എടുക്കുന്നത്. പശു വളർത്തൽ ലാഭമാണ്. ആട് വളർത്തുന്നത് മാത്രമായിട്ടാണെങ്കിൽ 1-2 പശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആടിൻ്റെ കൂടെ തന്നെ പശുവും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം കൊണ്ട് പോവാം. 2013-14 ഇതിൻ്റെ
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പശു വളർത്തൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ പശു വളർത്തൽ ലാഭം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഉൾപ്പെടാതെ ജോലിക്കാരെ വെച്ച് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അമ്പേ പരാജയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പശു വളർത്തലിൽ നമുക്ക് ഒരു കർഷകൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ വൈദ്യുതിയുടെ കാര്യങ്ങളും മിൽക്കിംഗ് മെഷീൻ്റെ കാര്യങ്ങളും പിന്നെ ബാക്കി പ്ലംബിങ്ങും കറണ്ടിൻ്റെ കാര്യവും ഇലക്ട്രിസിറ്റി ആയിട്ട് പമ്പുകളുണ്ട്. ഈ പമ്പുകളുടെ പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ഒരു ജോലിയാണ്. പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ പൊട്ടിയാൽ നന്നാക്കാനും. അതുകൊണ്ട് ഒരു ക്ഷീര കർഷകൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കുറേയൊക്കെ അറിഞ്ഞിരുന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ക്ഷീരസംഘങ്ങളിലൂടെ ക്ഷീര കർഷകരിലേക്ക് എത്തുന്ന ക്ഷീര വികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനകീയവും വികസനോന്മുഖവുമാണ്. പശുക്കളെ പരിപാലിക്കുന്നതിലൂടെ കർഷകരുടെ സാമ്പത്തിക അവസ്ഥ പുഷ്ടിപ്പെടുത്തുവാൻ ഈ പദ്ധതികൾക്ക് കഴിയുന്നു. ഇതോടൊപ്പം കുടുംബത്തിന്റെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മറ്റു പദ്ധതികളും ക്ഷീരവികസന വകുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ഏറ്റെടുത്തിട്ടുണ്ട്. പെൻഷൻ, കുടുംബ പെൻഷൻ, വിദ്യാഭ്യാസ ധനസഹായം, വിവാഹ ധനസഹായം, മരണാനന്തര സഹായം, ചികിത്സാ ഫണ്ട് തുടങ്ങി വിവിധ പദ്ധതികൾ ഇതിനായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ തലയിൽ ക്ഷീരോത്പാദന സംഘത്തിലെ പ്രസിഡന്റാണ്. ഞാനിപ്പോൾ തന്നെ എൻ്റെ സംഘത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു പശു എന്നുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഒരു പശുഗ്രാമം പദ്ധതി ഉണ്ടാക്കിയെടുക്കണം. ഈ പാലുകളെല്ലാം നമ്മളെ സംഘത്തിൽ കൂടെ ഉപഭോക്താവിന് എത്തിക്കണം. അതുകൊണ്ട് അതിന് മിച്ചം വരുന്ന പാല് മിൽമയിലെത്തിക്കുക. അപ്പോൾ എല്ലാ ആൾക്കാർക്കും സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് ഈ രാജ്യത്തിന് കൊണ്ടെത്തിക്കാൻ സാധിക്കും. പക്ഷേ മറ്റുദ്യോഗം നേടുന്നതിന് പകരം എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗത്തിന് വേണ്ടി ആശ്രയിക്കുന്നു. അതിനുപരി എല്ലാവരും ഈ കാർഷിക മേഖല ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വന്നേ പറ്റൂ. ഈ മേഖലയിൽ വരികയാണെങ്കിൽ നമുക്കെപ്പോഴും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഈ കാർഷിക മേഖല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. അതിനെല്ലാവരും ഒത്തൊരുമയായി പ്രവർത്തിക്കണം. മറ്റെല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആയാൽ പോരാ. ഈ കാർഷിക മേഖലയിൽ നിലനിൽക്കണമെന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക ക്ഷീര ദിനാചരണം. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ 22ാം ഘട്ടത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. ജൂൺ 1 ഇന്ന് ലോക ക്ഷീരദിനം. ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10:30 തിരുവനന്തപുരം വഴുതയ്ക്കാട് ടാഗോർ സെന്റിനറി ഹാളിൽ വനമൃഗ സംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജുവിന്റെ അധ്യക്ഷതയിൽ ഗവർണർ ജസ്റ്റിസ് ശ്രീ പി സദാശിവം നിർവഹിച്ചു. സഹകരണ, ടൂറിസം, ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, MLA മാരായ VS ശിവകുമാർ, O രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ക്ഷീരോത്പാദന രംഗത്ത് സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കുന്നതിനുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതിനുള്ള സംസ്ഥാനതല ശില്പശാലയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ 22ാം ഘട്ടം കേരളത്തിലെ 14 ജില്ലകളിലും ഇന്നു മുതൽ 26 വരെ നടപ്പിലാക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പശു, എരുമ, പന്നി എന്നിവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നു. ഉരുക്കളെ കുത്തിവയ്ക്കുന്നതിന് സൗജന്യ നിരക്കായ 5 രൂപ ഈടാക്കുന്നതാണ്. കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് നിയമാനുസൃതം നിർബന്ധമാണ്. കുത്തിവെച്ച ഉരുക്കൾക്ക് മഞ്ഞക്കമ്മൽ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടതുണ്ട്. കുത്തിവയ്പ്പിക്കാതിരിക്കാനും കുറ്റകരമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 255 6151 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മഴക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തിവയ്ക്കുന്ന കാര്യത്തിൽ കർഷകർ നിഷ്കർഷത പുലർത്തണമെന്ന് റബ്ബർ ബോർഡ് അഭ്യർത്ഥിക്കുന്നു. കൊതുകുകളിലൂടെ പരക്കുന്ന വിവിധ രോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലവിലുള്ളതിനാണ് ഇത്. ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ പാൽവീഴ്ച പൂർണ്ണമായി നിന്ന ശേഷം കറയെടുക്കുകയും തുടർന്ന് ചിരട്ട കമഴ്ത്തിവയ്ക്കുകയും ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റെയിൻ ഗാർഡ് ചെയ്ത തോട്ടങ്ങളിൽ പ്ലാസ്റ്റിക് ഉയർത്തിവെക്കുമ്പോൾ അവയുടെ മടക്കുകളിൽ വെള്ളം കെട്ടിനിൽക്കാനിടയാകും. അവ നന്നായി താഴ്ത്തിയിട്ടാൽ ഇതൊഴിവാക്കാം എന്ന് മാത്രമല്ല, ചിരട്ടകളിൽ മഴവെള്ളം വീഴാതിരിക്കുകയും ചെയ്യും. ഉപയോഗിച്ച ശേഷം പറമ്പിൽ ഉപേക്ഷിച്ചിരിക്കുന്ന റെയിൻ ഗാർഡുകൾ, ചിരട്ടകൾ, പാത്രങ്ങൾ എന്നിവയിലും മഴവെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇത് കൊതുക് നിയന്ത്രണത്തിന് ഉപകരിക്കും. തിരുവനന്തപുരം ചപ്പാത്ത് ശാന്തിഗ്രാമിൽ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറാകുന്നവർക്ക് ജൂൺ 5 മുതൽ 14 വരെ സൗജന്യ പരിശീലനം നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന 20 പേർക്കാണ് പരിശീലനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9072 302 907 9497 004 409. ഇമെയിൽ shantigram kerala@gmail.com. മൃഗസംരക്ഷണ വകുപ്പ് വഴി വെള്ളംകൊള്ളി പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന കോഴി വളർത്തൽ പദ്ധതി പ്രകാരം 25 പട്ടികജാതി കർഷകർക്ക് 2 മാസം പ്രായമുള്ള 10 കോഴിക്കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ വെള്ളംകൊള്ളി മൃഗാശുപത്രിയിൽ അപേക്ഷ നൽകണമെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അറിയിച്ചു. തിരുവനന്തപുരം പഞ്ചായത്തിൽ വെമ്പായം പഞ്ചായത്തിൽ കരനെൽ കൃഷി, തരിശുകിടക്കുന്ന ഭൂമിയിൽ നെൽകൃഷി എന്നിവ ചെയ്യാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തരിശുകിടക്കുന്ന ഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടറിന് 30,000 രൂപയും കരനെൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടറിന് 13,600 രൂപയും ധനസഹായം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ അപേക്ഷയോടൊപ്പം 2017-2018 വർഷത്തെ കരം തീർത്ത രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം വെമ്പായം കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472 28300847, മൊബൈൽ 9496 711 193. പാക്കേജ് ഓഫ് പ്രാക്ടീസിന്റെ മലയാള പരിഭാഷ വിള പരിപാലന ശുപാർശകൾ 2017 എന്ന പേരിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കി. ഇതിന്റെ പ്രസാധനം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ 2017 മെയ് 28 മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് നിർവഹിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,900 രൂപ, കോഴിക്കോട് 14,400, തൃശൂർ 12,900. കൊപ്ര കൊച്ചി 8,670, കോഴിക്കോട് 9,400, തൃശൂർ 8,700.
കുരുമുളക് അൺഗാർബിൾ 49,600, ഗാർബിൾ 51,600. ചുക്ക് മീഡിയം 9,750, ബസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,400, മഞ്ഞൾ ഈറോഡ് 8,700. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300, RSS 4ാം ഗ്രേഡ് 12,550 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,900 രൂപ, കോപ്ര 8,670, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200, റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 49,600, ഗാർബിൾ 51,600. ചുക്ക് മീഡിയം 9,750, ബസ്റ്റ് 11,750, മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 170-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 550-നും മധ്യേ. ഗ്രാമ്പു 670. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300, RSS 4ാം ഗ്രേഡ് 12,500. ഒട്ടുപാൽ 8,300, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് സംഭരിക്കാൻ ഉത്സാഹിച്ചത് വിപണന രംഗത്ത് ആവേശം പകർന്നു. ഹൈറേഞ്ച് മുളക് വില കിലോ 505 രൂപയിലേക്ക് ഉയർന്നെങ്കിലും സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചില്ല. ഹൈറേഞ്ചിൽ നിന്നുള്ള മുളക് വരവ് 10 ടണ്ണിൽ താഴെയാണ്. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1,166 രൂപയിലും ശരാശരി ഇനങ്ങൾ 911 രൂപയിലും ലേലം കൊണ്ടു. ഇന്ന് 25,081 കിലോഗ്രാം ഏലക്കയുടെ കൈമാറ്റം നടന്നു. മാസത്തിന്റെ 2ാം പകുതിയിൽ പുതിയ ഏലക്ക വിൽപ്പനയ്ക്ക് സജ്ജമാക്കും. ടയർ കമ്പനികളുടെ പിന്തുണ കുറഞ്ഞതും അവധി വ്യാപാരത്തിലെ ചാഞ്ചാട്ടവും ഷീറ്റ് വില വീണ്ടും ഇടിച്ചു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില 12,500 രൂപ. വിപണിയിലെ തളർച്ച മൂലം കർഷകർ ടാപ്പിംഗിന് താൽപര്യം കാണിച്ചില്ല. നാളികേരോൽപ്പന്നങ്ങളുടെ നിരക്ക് അല്പം കുറഞ്ഞു. മാസാരംഭമാണെങ്കിലും പ്രാദേശിക ഡിമാൻഡ് മങ്ങിയത് വെളിച്ചെണ്ണയുടെ മുന്നേറ്റത്തിന് തടസ്സമായി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.8, 24.3. കൊച്ചി 31.4, 23.5. ആലപ്പുഴ 32.1, 23.9. പുനലൂർ 31.2, 24. തിരുവനന്തപുരം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.